ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ എല്ലാവരും വോട്ടെണ്ണലിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ? ഞാൻ രാവിലെ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഫോണിലിങ്ങനെ നോക്കി കണ്ടിരുന്നു കേട്ടോ. ബാക്കി അത് അച്ഛൻ അതങ്ങനെ ടി വിയിൽ വെച്ച് കണ്ടുകൊണ്ടിരിക്കണം. നമ്മളിപ്പോൾ ഫോണിൽ ടി വിയിൽ കണ്ടുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. അപ്പോൾ ഇന്ന് എനിക്ക് കാണാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് വോട്ടെണ്ണലിൻ്റെതായതുകൊണ്ട് ഇന്നത്തെ ഉച്ചഭക്ഷണം എന്ന് പറഞ്ഞാൽ സാമ്പാർ വയ്ക്കുകയാണ് കേട്ടോ. കാരണം ഇന്ന് മീനും ഇറച്ചിയൊന്നും കിട്ടാനില്ല. മീൻ സാധാരണ അങ്ങോട്ട് വരാറുണ്ട് മീൻകാർ, അവരൊന്നും കാണാറില്ല. അപ്പോൾ എല്ലാവരും ടി വിൻ്റെ മുന്നിലായിരിക്കും വിവരങ്ങൾ അറിയാൻ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ തുടങ്ങാം കേട്ടോ. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ചായ കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഞങ്ങളെ കൂട്ടിലേക്ക് കുഞ്ഞിക്കിളികളും അമ്മക്കിളിയൊക്കെ വരാനുണ്ട്. അവരൊക്കെ വന്നിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം ആക്കിയത്. അപ്പോൾ ഒരു സാധനം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞിക്കിളികൾ വന്നിട്ടുണ്ട്, അവർക്കൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. കുഞ്ഞിക്കിളികൾക്ക് മാത്രമല്ല ചേച്ചിക്കിളിക്കും വാങ്ങിയിട്ടുണ്ട്. എന്താണെന്നറിയോ? ഇത് ബേക്കിലാണ് കാണുന്നത്, കുഴൽക്കിണർ മൂടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ സാധനം എന്താണെന്ന് കാണിച്ചു തരാം. ഇതാ കുഞ്ഞിക്കിളി, ഇതാ ഇവിടെ. എന്താ കുഞ്ഞിക്കിളിയ സാധനം? ചൈക്കിള് ഇതാ, ചൈക്കിള് കാണിച്ചു തരാം. ഇത് കുഞ്ഞിക്കിളീൻ്റെ, ഇത് പൈങ്കിളീൻ്റെ, ഇത് ചേച്ചിക്കിളീൻ്റെ, അതായത് ലച്ചുമോളത് കേട്ടോ. ഇത് ഈ സൈക്കിള് ലച്ചുമോള സൈക്കിളിന് പൂക്കുട്ടൊക്കെ ഉണ്ട്. അവിടെ ഒരു ബോർഡുണ്ട്. ഇത് പൂക്കുട്ട ഇതിനൊക്കെ ഉണ്ടല്ലോ, പൂവിൻ്റെ കൊട്ട. ഇത് ഓറഞ്ച് കൊട്ടനെ, ഓറഞ്ച് കൊട്ട. ഇത് കുഞ്ഞിക്കിളി, ഇത് പൈങ്കിളി. ചേച്ചിക്കിളി കുഞ്ഞിക്കിളി, ചേച്ചിക്കിളി, പൈങ്കിളി. ചേച്ചിക്കിളിക്ക് സൈക്കിൾ വാങ്ങിയപ്പോൾ ഒരുക്കും വാങ്ങിയതാണ് കേട്ടോ. പൈങ്കിളി ഇവിടെ ബാത്റൂമിൽ പോയി, കുഞ്ഞിക്കിളി ഇവിടെ നിൽക്കണം. എല്ലാവർക്കും രാവിലെ എണീറ്റാൽ പുഴയിൽ പോകണം, വൈകുന്നേരം പുഴയിൽ പോകണം. ഇതൊരു സ്ഥിരം പരിപാടിയാണ്. എവിടുന്നൊക്കെ പൊട്ടണുണ്ടല്ലോ. വോട്ടെണ്ണൽ കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും പൊട്ടുന്നതാ. അപ്പോൾ ഇതാ അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അശ്വതി. എനിക്കിന്ന് സ്പെഷ്യൽ ഞാൻ ഉണ്ടാക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നമുക്കൊന്ന് വയലറ്റ് വഴുതന കൊണ്ടൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. എല്ലാവരും ഉണ്ടാക്കുന്നതാണല്ലോ, എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതാണ് വയലറ്റ് വഴുതന, ഇതൊരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടാണ് ഇന്ന് മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത്. പച്ച വഴുതനയും പിന്നെ നമ്മൾ ഉണ്ട നീല വഴുതനയൊക്കെ അല്ലേ, അത് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ നീളത്തിലുള്ള നീല വഴുതന ഇതുവരെ ഞാൻ മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് കഴുകിയെടുക്കാം ആദ്യം. അപ്പോൾ വഴുതന ആദ്യം നമുക്ക് കഴുകിയെടുക്കാം, നന്നായിട്ട് കഴുകിയെടുത്തിട്ട് പിന്നെ ഒന്ന് അരിഞ്ഞിട്ടൊന്ന് വെള്ളത്തിലിട്ട് വെക്കുക. കറണ്ടാവും നോക്കാം. അങ്ങനെ വഴുതനയൊക്കെ കഴുകിയിട്ടുണ്ട്. ഇനി നീളത്തിൽ അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് കഴുകിയെടുത്ത വഴുതന ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. അതായത് കനം കുറച്ചിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുക. നമ്മൾ അവിയലിനൊക്കെ കഷ്ണം മുറിക്കൂലേ, അതുപോലെയാണ് ഞാൻ മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ ചെയ്യാറ് കേട്ടോ. കുറച്ച് നീളത്തിൽ കനം കുറച്ചരിഞ്ഞിട്ട് എന്നിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക. സാധാരണ പച്ചക്കറികളെല്ലാം നമ്മൾ മുറിച്ചതിന് ശേഷം വെള്ളത്തിലിടാൻ പാടില്ല എന്നാണ് പറയുക, കഴുകിയിട്ട് മുറിച്ചെടുക്കുക എന്നാണ് പറയുക. പക്ഷേ വഴുതന എന്താണെന്നറിയോ, നമ്മൾ അരിഞ്ഞിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ അതിൻ്റെ കറ നന്നായിട്ട് ഇളകി വരും. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഞാൻ അരിഞ്ഞെടുത്തത് കേട്ടോ. കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഇനി നന്നായിട്ടൊന്ന് കഴുകി നന്നായിട്ടൊന്ന് തിരുമ്മി പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. പിഴിഞ്ഞെടുത്താൽ അതിൻ്റെ കറയൊക്കെ ഇളകിയിട്ട് ഇങ്ങനെ വരും കേട്ടോ. ആയിട്ട് കഴുകി പിഴിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു സവാളേൻ്റെ പകുതി, പിന്നെ നല്ല എരിവുള്ള മുളക്, അത് കാന്താരി മുളകായാലും അത്രയും സന്തോഷം. പിന്നെ കാന്താരിക്ക് വലിയ ക്ഷാമമൊന്നുമില്ലല്ലോ, ഇവിടെ ഇഷ്ടംപോലെ കാന്താരി ഉണ്ട്. അപ്പോൾ കാന്താരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ വഴുതനയിലേക്ക് നമ്മൾ ഒരു മുറി സവാളയില്ലേ, അത് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുക. പിന്നെ ഈ കാന്താരി മുളകും നെടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പാകത്തിന് ഉപ്പും, പാകത്തിന് ഇത്തിരി മഞ്ഞൾപ്പൊടി വേണമെന്നുള്ളവർ ഇട്ടാൽ മതി കേട്ടോ, അത് ഓപ്ഷണലാണ്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട്
കൈ കൊണ്ടൊന്ന് തിരുമ്മി വെക്കുക. ഇനി നമുക്ക് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം കേട്ടോ. ഞാനിങ്ങനെയാട്ടോ ഉണ്ടാക്കാറ്. അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചു, പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു, പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു, പിന്നെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന വഴുതനങ്ങയും കൂടെ, അതായത് വഴുതനങ്ങാക്കുട്ട്, ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി, വെള്ളം ഒഴിക്കണ്ട കേട്ടോ, നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിലങ്ങനെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. അത് തന്നെയാണ് മെഴുക്ക് വരട്ടി. ഇതിങ്ങനെ പയറ് നമുക്കിങ്ങനെ ഉണ്ടാക്കാം, കയ്പ്പ ഉണ്ടാക്കാം. പയറിങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വഴുതനങ്ങ വെക്കുന്നത്. പിന്നെ വഴുതനങ്ങ നാളികേരമൊക്കെ ചതച്ചിട്ട് തോരൻ വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ വെക്കുന്നത് ഇവിടെ വലിയ ഇഷ്ടമല്ല. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ എൻ്റെ വഴുതനങ്ങ മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി തൂകിയിട്ട് ഇറക്കി വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. ഞാനിങ്ങനെയാണ് വെക്കാറ്. അപ്പോൾ ഇങ്ങനെ വെക്കാത്തവർ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ വഴുതനങ്ങ മെഴുക്ക് വരട്ടി സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇതാ പച്ച വെളിച്ചെണ്ണയൊക്കെ തൂകിയിട്ട് റെഡിയാക്കി പാത്രത്തിലേക്ക് മാറ്റി വെച്ചതാണ് കേട്ടോ. അങ്ങനെ ചോറ് വാർത്ത് വെച്ചു, വഴുതനങ്ങ മെഴുക്ക് വരട്ടിയായി. ഇനി അടുത്ത സാമ്പാറാണ് കേട്ടോ. ഉച്ചയ്ക്ക് സാമ്പാർ വെക്കാനേ മുരിങ്ങക്കായ ഞങ്ങളുടെ മുരിങ്ങ മരത്തുമെന്ന് തന്നെ പറിക്കണം. അപ്പോൾ ഇതാ റോട്ടിൽ മുരിങ്ങക്കായ ഇതാ ഇഷ്ടം പോലെ ഉണ്ട്. വെട്ടിയിട്ട് ഇത് ആടാണ്. ഞാൻ പറിക്കാം. 5 പറിക്കാൻ നോക്കുന്നു. അടുത്ത് ഞാൻ പറിക്കട്ടെ. മുരിങ്ങ മരത്തുമെന്ന് 5 ഒരു മുരിങ്ങക്കായ പറിച്ചു. ഇനി ഞാനൊന്ന് പറിക്കട്ടെ. അങ്ങനെ 5 ഒരു മുരിങ്ങക്കായ പറിച്ചു. ഇനി ഞാൻ പറിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൊക്ക കെട്ടിയിട്ടാണ് പറിച്ചെടുക്കുന്നത് കേട്ടോ. നിറയെ മുരിങ്ങക്കായ ഉണ്ട്. മുരിങ്ങക്കായ ആണെങ്കിൽ റോഡിലേക്കാണ് തൂങ്ങി നിൽക്കുന്നത്. അങ്ങനെ 4 മുരിങ്ങക്കായ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 3 എണ്ണം, 5 ഒന്നും, അങ്ങനെ 4 മുരിങ്ങക്കായ സാമ്പാറിലിടാനത് പോരെ. അങ്ങനെ സാമ്പാർക്കുള്ള മുരിങ്ങക്കായ ഇതാ റെഡി ആയിട്ടോ. 4 എണ്ണം പറിച്ചു. 3 എണ്ണം പറിച്ചിട്ടുള്ളൂ. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് അവിയൽക്കുള്ളത് പറിക്കാം. അങ്കലവാടിക്ക് ഡാൻസ് പഠിക്കാൻ പോവുകയാണ്. അപ്പം എൻ്റെ കയ്യിലത്തെ മുരിങ്ങക്കായൊക്കെ വാങ്ങിയിട്ട് ഫോട്ടോഷൂട്ടാണ്. മതി, ഇത്രയും മതി. നിങ്ങളൊക്കെ എടുത്ത് ഫോട്ടോ എടുത്താൽ യൂട്യൂബിൽ ചീത്ത അറിയും. പൈസ വാങ്ങിക്കോ. നീ പോയിക്കോ, അങ്കനവാടിക്ക് പോയിക്കോ. ഡാൻസ് കളിക്കാൻ പോയി. അതാ ഓടിപ്പോണം അപ്പുറത്തെ വീട്ടിൽ കൂടെ ഒക്കെ. അങ്കൽവാടിക്ക് പരിപാടിയുണ്ട്. അങ്ങനെ സാമ്പാറായി, വഴുതനങ്ങ മെഴുക്ക് വരട്ടിയായി. ഇനിയിപ്പോൾ അതുണ്ടാക്കിയ ക്ഷീണത്തിൽ ഒരു സാധനം കഴിക്കാം. അതുണ്ടാക്കിയതിന് ഭയങ്കര ക്ഷീണമായി. അങ്ങനെയല്ല കേട്ടോ. ഒരു അവക്കാടോ ഉണ്ട്, ബട്ടർ 2-3 ദിവസമായി കൊടുന്ന് വെച്ചിട്ട് അത് പഴുത്ത് എന്താ പറയുക, പഴുത്ത് ഇങ്ങനെ അലിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും ഞാൻ കഴിക്കുകയാണ്. ഭയങ്കര ഇഷ്ടമാണ്. അത് വെറുതെ അങ്ങനെ കഴിക്കുന്നത് എനിക്കിഷ്ടമാണ്. ജ്യൂസൊന്നും വെക്കട്ടെ, കാണിച്ചു തരാം. കണ്ടോ, ഒന്നേ ഉള്ളൂ. പക്ഷെ പഴുത്ത് തന്നെ എന്താ പറയുക, ഉളുമ്പിപ്പോയി അറിയില്ല, അതേപോലെ ആയിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ബട്ടർ ഫ്രൂട്ട്. എല്ലാവരും പറയും നല്ല കട്ടിപ്പാലൊക്കെ കൂട്ടി, പഞ്ചസാര കൂട്ടി നല്ല ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാൻ ചിലപ്പോൾ പുറത്ത് പോയാൽ ഞാൻ അധികം കഴിക്കുന്ന ബട്ടർ തന്നെയാണ് കേട്ടോ. നല്ല വിലയാണ് കേട്ടോ ബട്ടറിന്. ബട്ടർ ജ്യൂസിന് നല്ല വിലയുണ്ട് കേട്ടോ. ഇത് സംഭവം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ട്. ഇത് കട്ടിപ്പാലും പഞ്ചസാരയും, വേണമെങ്കിൽ ഒരു ഏലക്കായ, പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അന്ന് ഊട്ടിയിൽ നിന്ന് വന്നപ്പോൾ കുറേ വാങ്ങിക്കൊടുക്കില്ല. ഊട്ടി പോയ സാധനം ഇഷ്ടം പോലെ കിട്ടും. ഊട്ടിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഗൂഡല്ലൂർ നമ്മൾ നാടുകാണി കഴിഞ്ഞ് അങ്ങോട്ട് കയറിനോടത്തുനിന്ന് തന്നെ ഇത് ഉണ്ടാവും. സാമ്പാറിൻ്റെ നല്ലൊരു മണം. ഇവിടെ പിന്നെ സാമ്പാർ വറുത്തരയ്ക്കാതെ കേട്ടോ വെക്കുക. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം അങ്ങനെയാണ്, വറുത്തരയ്ക്കാതെ വെക്കുന്നതാണ് കേട്ടോ. സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് കായൊക്കെ ഇട്ടിട്ട് വെക്കുന്നത്. വളയത്തെ വീട്ടിലാണെങ്കിൽ നന്നായിട്ട് വറുത്തരച്ച് വെക്കണം. എല്ലാവർക്കും വറുത്തരച്ച് വെക്കുന്നതാണ് ഇഷ്ടം. അത് വേറൊരു ടേസ്റ്റ്, ഇത് വേറൊരു ടേസ്റ്റ്. അവക്കാടോൻ്റെ കുരു ഉണ്ടോ? കുരു ഇത് ശരിക്കൊരു അടക്കേണ്ട അത്ര വലുപ്പമുണ്ട് കേട്ടോ. അടക്ക തോല് പൊളിക്കാത്ത അടക്കേൻ്റെ. ഈ പഴയ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കാണ് ഏറ്റവും നല്ലത്. അങ്ങനെ അവക്കാടൊക്കെ കഴിച്ച് കുറച്ച് നേരം വോട്ടെണ്ണലിൻ്റെ ന്യൂസൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം ഞാൻ കിടന്നു കേട്ടോ. പിന്നെ ബാക്കി ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മീൻ കിട്ടില്ല എന്ന് കരുതിയതാണ്.
അപ്പം നല്ല സാമ്പാറുണ്ട്, വഴുതനങ്ങ മെഴുക്ക് വരട്ടിയുണ്ട്, മത്തിമീൻ വറ്റിച്ചെടുത്തതുണ്ട്, അതും കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ ലച്ചുമോളെ തലയും കാണുന്നുണ്ട്. ലച്ചുമോൾ എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. ലച്ചുമോള് മാത്രമല്ല കേട്ടോ, കുഞ്ഞിക്കിളി ഭയങ്കരമുണ്ട്, അശ്വതി അഞ്ചു അങ്ങനെ എല്ലാവരും ഉണ്ട് ഭക്ഷണം കഴിക്കാൻ. അവരൊന്നും വീഡിയോയിൽ പെടുത്തണ്ടെന്ന് പറഞ്ഞിട്ടാണ് പെടുത്താതിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ വരാം കേട്ടോ. താങ്ക് യു.